ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. അത്യാവശ്യം നന്നായി നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയതാണ്. ഇന്നിപ്പം മൂത്ത മോന് മാത്രം പോയാൽ മതി, അവന് എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ലേറ്റായിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. അപ്പം എക്സാമൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ലേറ്റ് ആയെങ്കിൽ പോലും ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി ഒരു പോസിറ്റീവായിട്ട് അവനെ വിട്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു റവ ഉപ്പുമാവാണ്. പിന്നെ എൻ്റെ മോളുടെ ഒരു പാട്ടും ഉണ്ട് കേട്ടോ ലാസ്റ്റിൽ. അപ്പോൾ എല്ലാവരും അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ റവ ഉപ്പുമാവ് പലരും ഇതുകൊണ്ട് അവരുണ്ടാക്കുന്നത് ശരിയാവുന്നില്ല, ഒട്ടും സോഫ്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കും. ഞാനിത് പ്രഷർ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പം നല്ല സോഫ്റ്റായിട്ട് വരും, നല്ല പൊടിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് ചായയും കൂടെ ഒന്ന് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ചായയും കൂടെ ഉപ്പുമാവ് കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് ചായയും കൂടെ കൊടുത്ത് അവന് എക്സാമിന് പൊക്കോളുമല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉഴുന്നുപരിപ്പിട്ട് പൊട്ടിക്കും. ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലെല്ലാം ഉഴുന്നുപരിപ്പിടും കേട്ടോ. അതിനകത്ത് ഈ ഉപ്പുമാവിൽ ഉഴുന്നുപരിപ്പിടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ കടലപ്പരിപ്പൊക്കെ ഇടുമെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ അതിടാറില്ല. ഉഴുന്നുപരിപ്പ് എപ്പോഴും ഇടും. പിന്നെ കുറച്ച് കടുക് ഇട്ട് അതൊന്ന് പൊട്ടാൻ വെക്കുക. അതുകൊണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ്, അതുണ്ടെങ്കിൽ അതും കുറച്ച് മുറിച്ചിട്ട് ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഈ കടുക് വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ എനിക്ക് പക്ഷേ അണ്ടിപ്പരിപ്പ് ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. പക്ഷേ അതുകൊണ്ട് അതുകൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഞാനിപ്പോൾ ഇതിൽ ഉള്ളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു സ്വല്പം ക്യാരറ്റ്, ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റുക, വലിയ ബ്രൗൺ കളറൊന്നും ആവേണ്ട, അതൊന്ന് വഴറ്റി ഒന്ന് നിറം മാറുന്ന ആ ഒരു സമയം വരെ മാത്രം നമ്മൾ വഴറ്റിയാൽ മതി. അത് ആ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉപ്പൂടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളം തിളപ്പിച്ച് റവ ഇടുന്ന പരിപാടിയൊന്നുമല്ല, ഇതിൻ്റെ റിവേഴ്സാണ്. അപ്പം ഞാൻ ഈ കപ്പിന് 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. അപ്പം ആ റവ ഇതിലേക്കിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതായത് റവ നമ്മൾ ഓൾറെഡി ഇത് വറുത്ത റവയാണ് വാങ്ങിച്ചിരിക്കുന്നത്, പക്ഷേ എന്നാലും ഒന്നുകൂടെ റവ ഇട്ട് ഇങ്ങനെ ഒന്നുകൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ചെയ്യുമ്പോഴല്ലോ ഉപ്പുമാവ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അല്ലാതെ ചെയ്യുന്നവർ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോ, ടേസ്റ്റ് മാറുന്ന അറിയാം. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം കെറ്റിലിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിപ്പോൾ ഈ കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 1.5 കപ്പ് തിളച്ച വെള്ളം എടുക്കുകയാണ്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം എന്നുള്ള കണക്കാണ്. അത് അങ്ങനെ തന്നെ എടുത്താൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതായത് ഇതെല്ലാം വെള്ളവും റവയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം റവ വറക്കുന്നത് തൊട്ട് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുക്കർ അങ്ങ് അടയ്ക്കണം. കുക്കർ അടച്ച് കഴിഞ്ഞിട്ട് വിസിലൊന്നും വരാൻ നിൽക്കണ്ട. വിസിലൊക്കെ വരുത്താൻ നിന്നാൽ സംഭവം കരിഞ്ഞ് പാളീസായി പോകും. അപ്പോൾ വിസിലൊന്നും വരണ്ട, ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ച്, ഇപ്പോൾ എനിക്കാണെന്നുണ്ട് പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്. നമ്മൾ കണ്ട ആ ഒരു ചെറിയൊരു സംഭവമില്ല, ഒരു വാൽവ്, അതിലൂടെ ഈ ആവി വരുന്ന സമയം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്നിട്ട് ഞാൻ ഉപ്പുമാവിൽ എപ്പോഴും തേങ്ങ ഇട്ട് എടുക്കാറുള്ളത്. ഇവിടെ വെജിറ്റബിൾ ഉപ്പുമാവ് അങ്ങനെ വലിയ താല്പര്യമില്ല, ഓടൂല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ തേങ്ങ ഇട്ടേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിഷ്ടത്തിനുള്ള, ഇപ്പോൾ ഈ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് അവരവരുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടുള്ള തേങ്ങ ചേർക്കുക. പിന്നെ ഇപ്പം മിക്സ് ചെയ്യാൻ ഒന്നും നിൽക്കണ്ട, അത് അതേപടി എടുത്തിട്ട് കുക്കർ അടച്ച് വെക്കുക. കാരണം ഓൾറെഡി ഇതിനകം നല്ല ചൂടായിട്ട് നിൽക്കുകയല്ലേ. നമ്മൾ കുക്കർ അങ്ങ് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് വന്ന് തുറന്നാൽ മതി. തുറന്ന് കഴിയുമ്പോഴത്തേനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് റെഡിയാവും. നമ്മൾ മറ്റേതുപോലെ ഇതുകൂട്ട് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് ഇളക്കി അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നല്ല ഒരു ഫൂൾ പ്രൂഫ് മെത്തേഡെന്ന് പറയാം ഇത്. ആർക്കും അങ്ങനെ ഫ്ലോപ്പായി പോകാനുള്ള ഒരു വഴിയില്ല. ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കുത്തിപ്പരിച്ച് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ, അല്ലെങ്കിൽ ഉപ്പുമാവ് എപ്പോഴും ഫ്ലോപ്പ് ആവുന്നു എന്ന് കംപ്ലൈൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയോ. നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി ഉപ്പുമാവ് നമുക്ക് റെഡിയാണ്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ പഞ്ചസാരയും പഴവും ഒക്കെ കൂട്ടിയാണ് കഴിക്കുന്നത്. അല്ലാതെ കഴിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ വെജിറ്റബിൾ ഉപ്പുമാവാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊരു വിളക്ക് കഴുകൽ പരിപാടിയാണ്.
എൻ്റെ ഒരു വലിയ വിളക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓണപ്പരിപാടിക്ക് അവർക്ക് ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാനതൊന്ന് കഴുകി മിനുക്കി എടുക്കുക. വെറുതെ നമ്മളാ പൊടി പിടിച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത്, അവർ കഴുകിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. എന്നാലുമേ അപ്പം അത് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി അതും ഒന്ന് എടുത്തതാ കൂട്ടത്തെ. പിന്നെ മോളുടെ പാട്ട് കേൾക്കാം. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചിലയുലച്ചു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചിലയുലച്ചു കടന്നില്ലേ. അന്തിക്കു വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ, അന്തിക്കു വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ.